നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. UDF വിചാരണ സദസ് തൊടുപുഴയിൽ നടന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരികളെ പീഡിപ്പിക്കാനുള്ള പഞ്ചായത്തുകളുടെ നീക്കം ചെറുക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 39ാം സംസ്ഥാന സമ്മേളനം ഡിസംബർ 18, 19, 20 തീയതികളിൽ തൊടുപുഴ ഉത്രം റീജൻസിയിൽ നടക്കും. ഗാർഹികതല ജൈവ മാലിന്യ സംസ്കരണത്തിനായി നഗരസഭ നൽകുന്ന G-മിന്നിന്റെ വിതരണം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിധിക്കരുത് പ്രത്യക്ഷ സമരവുമായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വായ മൂടിക്കെട്ടി മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. UDF വിചാരണ സദസ് തൊടുപുഴയിൽ നടന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. PJ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. പ്രമുഖ നേതാക്കൾ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ UDFന്റെ ജനപിന്തുണ കൂടുതൽ വർദ്ധിക്കുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. UDF തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ വിഭാഗം ജനങ്ങളും അസംതൃപ്തരാണ്. കാർഷിക മേഖല എടുത്ത് പരിശോധിക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒരു പാർലമെന്റ് അംഗമായ ശ്രീ തോമസ് ചാഴിക്കാടൻ പാലായിൽ വെച്ച റബ്ബർ കർഷകർക്ക് റബ്ബറിന്റെ വില 250 രൂപയായി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. പാലായിലെ യോഗത്തിന്റെ അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു. കാരണം അവിടെ MLA UDF ആയതുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തില്ല. സ്വാഭാവികമായും റബ്ബർ കർഷകരിൽ നേരിടുന്ന ഗുരുതരമായ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പാർലമെന്റ് അംഗമായ ചാഴിക്കാടനെ നിശ്ചിതമായി വിമർശിക്കുകയും ആക്ഷേപിക്കുകയുമാണ് മുഖ്യമന്ത്രി ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടുള്ളൂ. റബ്ബറിന്റെ വിലസ്ഥിരതാ ഫണ്ട് 250 ആക്കി മാറ്റണം എന്നാവശ്യപ്പെട്ടതിന്റെ പേരിൽ അതോടൊപ്പം മറ്റു ചില വികസന ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചതിന്റെ പേരിൽ പാർലമെന്റ് അംഗത്തെ ആക്ഷേപിക്കാൻ മുന്നോട്ട് വന്ന മുഖ്യമന്ത്രി വാസ്തവത്തിൽ ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. ഏതായാലും PJ നമ്മളൊക്കെ പോകാതിരുന്ന വളരെ നന്നായി. നമ്മളൊക്കെ പോയിരുന്നെങ്കിൽ, നമ്മൾ വല്ല ഡിമാൻഡുകൾ ഉന്നയിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി നമ്മളെ ആക്ഷേപിക്കും, നമ്മൾ അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ടി വരുമായിരുന്നു. ഏതായാലും തോമസ് ചാഴിക്കാടനും ജോസ് കെ മാണിയും ഒക്കെ മിണ്ടാതിരുന്നത് പോലെ നമ്മളെ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്തിക്കഴിയുമ്പോൾ ഏറ്റവും വലിയ ഗുണമുണ്ടാകാൻ പോകുന്നത് UDF-നായിരിക്കുമെന്ന കാര്യത്തിൽ ഓരോ തർക്കവുമില്ല. നവകേരള സദസ്സിൽ ജനങ്ങൾക്കായുള്ള ഒരു പ്രഖ്യാപനവുമില്ല, ഒരു പരാതിയും പരിഹരിക്കുന്നുമില്ല. പരാതി മേടിച്ച് ജനത്തെ കബളിപ്പിക്കുകയാണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ആഡംബര യാത്ര നടത്തി മുഖ്യമന്ത്രിയും സംഘവും ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. യോഗത്തിൽ PJ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഇടതു സർക്കാരിനെതിരായ കുറ്റപത്രം അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ VP സജീന്ദ്രൻ, CP മാത്യു, TM സലീം, K ഫ്രാൻസിസ് ജോർജ്, അഡ്വക്കേറ്റ് S അശോകൻ, റോയ് K പൗലോസ്, ജോയി വെട്ടിക്കുഴി, KMA ഷുക്കൂർ, MS മുഹമ്മദ്, K സുരേഷ് ബാബു, AM ഹാരിദ്, NI ബെന്നി, പ്രൊഫസർ MJ ജേക്കബ്, അഡ്വക്കേറ്റ് ജോസി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ കത്തോലിക്ക കോൺഗ്രസ് സമരരംഗത്തുണ്ടാവുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം പറഞ്ഞു. വടക്കുംചേരിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കത്തോലിക്ക കോൺഗ്രസ് നേതാക്കളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗവൺമെന്റ് ആരാണോ ആ ഗവൺമെന്റിനോടാണോ ആവശ്യം? അത് അതിൻ്റെ അകത്ത് രാഷ്ട്രീയമല്ല, അതിൻ്റെ അകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആൾ ഗവൺമെന്റാണ്, ആ ഗവൺമെന്റിനോടാണോ ആവശ്യപ്പെടുന്നത്.
അത് ഇടതുപക്ഷമായിരിക്കുമ്പോൾ അവരോട് ആവശ്യപ്പെടും, വലതുപക്ഷമാണെങ്കിൽ നമ്മൾ അവരോട് ആവശ്യം. ഈ യൂണിയൻ സർക്കാർ പരിഗണിക്കുന്നപ്പോഴാണ് നമ്മൾ കുറച്ച് കുറേ കാര്യങ്ങൾ പരിഗണിച്ചത്. ഇലക്ട്രിസിറ്റി, കർഷകർക്ക് സൗജന്യമായിട്ട് കുറേ കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുക. സൗജന്യം ഈ തമിഴ്നാട്ടിലെ ഒരു കർഷകൻ്റെ ഇലക്ട്രിസിറ്റിക്ക് അപേക്ഷ, സൗജന്യ ഇലക്ട്രിസിറ്റി അപേക്ഷ 10 ദിവസം കിട്ടും. പിന്നെ കർഷകർക്ക് ഇവിടെ ഒന്നും തരുന്നില്ല. നമുക്ക് തിരിച്ചു പഠിക്കാൻ പറ്റാത്തത് സർവ്വ അന്ധമായ രാഷ്ട്രീയം. പക്ഷെ അന്ന് കത്തോലിക്കത്തിൽ മുഴുവൻ പേര് ഒറ്റക്കെട്ടാണ് തീരുമാനമെടുക്കും. പാലക്കാടിൻ്റെതായിട്ട് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ നമുക്ക് വയ്ക്കാറുണ്ട്. ആ പ്രത്യേക നിർദ്ദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ പാലക്കാട് മലയോര മേഖല ധാരാളമുള്ള പ്രദേശമാണ്. മലയോര മേഖല പ്രദേശങ്ങളിൽ വികസനം ഇനിയും കൂടുതലായിട്ട് വരേണ്ടതായിട്ടുണ്ട്. ഏത് വിഭാഗമാണ് അത് ഒരിക്കലും ഒരു കത്തോലിക്ക സമുദായത്തിന് മാത്രം റിസർവ് ചെയ്തിട്ട് ഒന്നും കത്തോലിക്ക ക്രൈസ്തവർ ചെയ്തിട്ടില്ല. പള്ളി ഉണ്ടെങ്കിൽ പള്ളിക്കൂടത്തിൽ പള്ളിക്കൂടം വേണം, അവിടെ എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട്. ആശുപത്രികളാവട്ടെ, മറ്റ് സാമൂഹ്യ സേവ പ്രവർത്തനങ്ങളാവട്ടെ. പക്ഷെ ഇതൊക്കെ വന്നിട്ടുണ്ട്. മറ്റു മതവിഭാഗങ്ങളും അതോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ചരിത്രം പഠിച്ചാൽ അറിയാം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നലെ പാലക്കാട് രൂപതയിലെ അതിജീവന യാത്രയുടെ സ്വീകരണങ്ങളെല്ലാം അതിമനോഹരമായി കഴിഞ്ഞു. കഴിഞ്ഞ പിതാവിനോടും രൂപതയുടെ ഡയറക്ടർ ചെറിയാച്ചനോടും നമ്മുടെ രൂപതാ ഭാരവാഹികളായ തോമസ് ആനന്ദ സാറിനോടും ബിജു അറയ്ക്കലിനോടും എല്ലാം ഉള്ള നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുക. ഇന്ന് തൃശ്ശൂർ അതിരൂപതയിലെ അതിജീവന യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ വർഗീസ് പുത്തൂരച്ചൻ്റെ പ്രാർത്ഥന ആശംസകളോടുകൂടി ഇന്ന് ഞങ്ങളിവിടെ തുടങ്ങുകയാണ്. നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വ്യാപാരികളെ പീഡിപ്പിക്കാനുള്ള പഞ്ചായത്തുകളുടെ നീക്കം ചേർക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പിഴവ് വരുത്തിയാൽ ഉദ്യോഗസ്ഥന് ലഭിക്കേണ്ട ശിക്ഷ വ്യാപാരികൾക്ക് നൽകുന്നതിനും ഓർഡിനൻസ് ഇറക്കിയ സർക്കാർ നടപടി പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇതിൽ പ്രതിഷേധിച്ച് 19-ന് പഞ്ചായത്തുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും അറിയിച്ചു. മാലിന്യ സംസ്കരണത്തിനു വേണ്ടി പഞ്ചായത്തുകൾ സ്വീകരിക്കുന്ന നടപടികൾ സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് സഹകരിക്കുന്ന സമീപനമാണ് വ്യാപാരികൾക്കുള്ളത്. എന്നാൽ പഞ്ചായത്ത് പ്രദേശങ്ങളിലും നഗരസഭാ പരിധിയിലുമുള്ള ടൗണുകളിൽ മാലിന്യ നിർമ്മാർജ്ജന ചുമതല നിർബന്ധിതമായി വ്യാപാരികളുടെ തലയിൽ കെട്ടിവെക്കുന്ന നടപടി തികച്ചും പ്രതിഷേധാർഹമാണ്. ടൗണുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ട ചുമതല പഞ്ചായത്തുകൾക്ക് തന്നെയാണ്. അവ യഥാസമയം നീക്കം ചെയ്യുന്നതിൽ നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ശിക്ഷണ നടപടികൾ പോലും പഞ്ചായത്ത് രാജ് നിയമത്തിൽ പറയുന്നുണ്ട്. ഈ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനു വേണ്ടി സർക്കാർ ഓർഡിനൻസ് ഇറക്കിയിരിക്കുകയാണ്. പിഴ ചുമത്തുന്നതിനു വേണ്ടി മാത്രമായി നിയമം നിർമ്മിക്കുകയാണ്. ഈ നടപടി സർക്കാർ പിൻവലിക്കണം. ഇതിനെതിരെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 19-ന് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും മാർച്ചും ധർണയും നടത്തുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. പെനാൽറ്റി കൊണ്ടല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് കാര്യങ്ങൾ നടപ്പാക്കേണ്ടത്, മറിച്ച് പെനാൽറ്റി ഒരു വരുമാനമായി സർക്കാരുകൾ കാണുന്നുണ്ടോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അങ്ങനെ ചെയ്യുന്നത് ജനാധിപത്യത്തിൽ ഒരിക്കലും അഭിലഷണീയമായ കാര്യമല്ല. അതിലൂടെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഈ ഉത്തരവിൽ വ്യാപാരികളെ മാലിന്യ ഉൽപ്പാദകരായും മാലിന്യം ഉണ്ടാകുന്നതിനുള്ള ഒരു പ്രധാന കാരണക്കാരായും ഒക്കെ കാണുന്നതിനോടുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയും ഈ വരുന്ന 19-ാം തീയതി രാവിലെ 10 മണി മുതൽ 1 മണിക്കിടയിലുള്ള സമയം എല്ലാ ത്രിതല പഞ്ചായത്ത് ഓഫീസ്, അതായത് ഗ്രാമപഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ മുമ്പിൽ, ഇപ്പം നമുക്കിവിടെ ജില്ലയിൽ കോർപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും മുമ്പിൽ 2 മണിക്കൂർ ധർണാ സമരം, സമാധാനപരമായ ധർണാ സമരം നമ്മൾ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് ഇത്തരം സമീപനത്തിൽ ഈ പെനാൽറ്റി രാജിലും മാറ്റം വരുത്തണം. കെട്ടിട നികുതിയും ലൈസൻസ് ഫീസുകളും ഉൾപ്പെടെ എല്ലാത്തരം നികുതികളും ഫീസുകളും പഞ്ചായത്തുകൾ വൻതോതിൽ വർദ്ധിപ്പിച്ചത് അടുത്ത കാലത്താണ്. ഇവയെല്ലാം വ്യാപാരികളിൽ നിന്ന് പിരിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. സ്വയം സംരംഭകരായി രംഗത്ത് വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് വ്യാപാരികളെയും പൊതുജനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന നിയമങ്ങളും ഉത്തരവുകളും പിൻവലിക്കുകയും ടൗണും പരിസരങ്ങളും ശുചിയായി സൂക്ഷിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഈ സമരത്തിൽ വ്യാപാരി സമൂഹം ആവശ്യപ്പെടുന്നതെന്നും അവർ പറഞ്ഞു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, വൈസ് പ്രസിഡന്റുമാരായ PM ബേബി, R ജയശങ്കർ, ട്രഷറർ R രമേശ്, നേതാക്കളായ NB ചാക്കോ, P അജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 39-ാം സംസ്ഥാന സമ്മേളനം ഡിസംബർ 18, 19, 20 തീയതികളിൽ തൊടുപുഴ ഉത്തര റീജൻസിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി വാഹന പ്രചരണ ജാഥയും സംസ്ഥാന കൊടിമര ജാഥയും നടത്തി. ട്രഷറർ റോബിൻ എൻവീസ് കൊടിമര ജാഥ ഉദ്ഘാടനം ചെയ്തു. 18-ന് ഉത്തര റീജൻസിയിൽ ജാഥ നടത്തും. സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് ഫോട്ടോ വേൾഡ് പതാക ഉയർത്തുന്നതോടുകൂടി
3 ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിക്കും. 19 നടക്കുന്ന സമ്മേളനം തൊടുപുഴ MLA PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. 20 പിറവം MLA അനൂപ് ജേക്കബ് 39ാം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കാർഷിക സെമിനാർ, ഫോട്ടോഗ്രാഫി മത്സരം, പ്രദർശനം, ഫോട്ടോഗ്രാഫി ക്ലാസ് എന്നിവ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 39ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. ഇതോടനുബന്ധിച്ച് നടത്തിയ വാഹന പ്രചരണ വിളംബര ജാഥ തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. 16 കൊടിമര ജാഥയും സംഘടിപ്പിച്ചു. ട്രഷറർ റോബിൻ എൻവീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള വാത്തപ്പള്ളിൽ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന സ്വാഗത സംഘ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച് സമ്മേളന നഗരിയായ ഉത്രം റീജൻസിയിൽ സമാപിച്ചു. 18 ഉത്രം റീജൻസിയിൽ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് ഫോട്ടോ വേൾഡ് പതാക ഉയർത്തുന്നതോടുകൂടി 3 ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിക്കും. 11 മണിക്ക് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മത്സരത്തിന്റെ പ്രദർശന ഉദ്ഘാടനം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഇമ്മാനുവൽ പോൾ നിർവഹിക്കും. ട്രേഡ് ഫെയറിന്റെ ഉദ്ഘാടനം അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ KM മൂസ ഹാജി നിർവഹിക്കും. വൈകിട്ട് 5-ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനീഷ് പാമ്പൂരിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം നിർവഹിക്കും. 19-ന് സംസ്ഥാന സെക്രട്ടറി യൂസഫ് കാസിനോയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഫോട്ടോഗ്രാഫി ക്ലാസ് സംസ്ഥാന സെക്രട്ടറി ഉണ്ണി കൂവോട് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4-ന് സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് ഫോട്ടോ വേൾഡ് അധ്യക്ഷത വഹിക്കുന്ന പൊതുസമ്മേളനം തൊടുപുഴ MLA PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. പ്രശസ്ത സിനിമാ താരം ജാഫർ ഇടുക്കി, മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും. അപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനമാണ്, 39ാമത് സമ്മേളനമാണ് ഇടുക്കി തൊടുപുഴയിലെ ഉത്തരം റീജൻസിയിൽ വെച്ച് ഈ ഡിസംബർ 18, 19, 20 തീയതികളിലേക്ക് 2 മണിക്ക് AKP അംഗങ്ങൾക്കായിട്ട് ഫോട്ടോഗ്രാഫി ഉൽപ്പന്നങ്ങളുടെ പരിചയപ്പെടുത്തൽ എന്ന രീതിയിൽ ഒരു ട്രേഡ് ഫെയർ അത് സംഘടിപ്പിക്കുന്നു. അത് KM മൂസ ഹാജി അദ്ദേഹമാണ് ട്രേഡ് ഫെയറിൻ്റെ ഉദ്ഘാടനം കർമ്മം. വൈകിട്ട് 5 മണിക്ക് സാംസ്കാരിക സമ്മേളനം ബഹുമാനായ തൊടുപുഴയുടെ മൂവാറ്റുപുഴ MLA ശ്രീ മാത്യു കുഴൽനാടൻ അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഡിസംബർ 20 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് ഫോട്ടോ വേൾഡ് അധ്യക്ഷത വഹിക്കും. പിറവം MLA അനൂപ് ജേക്കബ് 39ാം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇതോടൊപ്പം 2023-24 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടത്തും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന PRO റോണി അഗസ്റ്റിൻ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഗാർഹികതല ജൈവമാലിന്യ സംസ്കരണത്തിനായി നഗരസഭ നൽകുന്ന ബിന്നിന്റെ വിതരണം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം അധ്യക്ഷത വഹിച്ചു. പൊതുവിപണിയിൽ 5300 രൂപ വിലയുള്ള ബിൻ 4290 രൂപയ്ക്കാണ് നഗരസഭയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. ഇതിന്റെ 10% ഗുണഭോക്തൃ വിഹിതമാണ് നഗരസഭയിൽ അടയ്ക്കേണ്ടത്. നഗരസഭയുടെ നേതൃത്വത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഗാർഹികതല ജൈവമാലിന്യ സംസ്കരണത്തിനായി 500 കുടുംബങ്ങൾക്ക് ബിൻ വിതരണം ചെയ്യുന്നതിന്റെ നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്ന പോലെ തന്നെ ഒട്ടനവധി മാറ്റങ്ങൾ കൈവരിച്ചു. വീടുകളിലെ മാലിന്യം ഹരിതകർമ്മസേന ശേഖരിക്കുമ്പോൾ ഫുഡ് വേസ്റ്റ് ചുരുങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന 5 സെൻറ്റിനും 3 സെൻറ്റിനും താമസിക്കുന്ന ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നഗരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് സംസ്കരിക്കുന്നതിനുള്ളൊരു ഉപാധി കൊടുക്കേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്വമാണ്. അതിൽ ഏറ്റവും നല്ല ഉപാധിയായ ബിൻ നമുക്കറിയാം 4500 രൂപ വില വരുന്ന അതിൻ്റെ 450 രൂപ ഗുണഭോക്തൃ വിഹിതം അടച്ച് ആദ്യഘട്ടം 500ഓളം വീടുകളിലാണ് വിതരണം ചെയ്യുന്നത്. അതിനുശേഷം റിൻകമ്പോസ്റ്റും ബിന്നും നഗരസഭയിലെ 15000-ഓളം വരുന്ന വീടുകളിൽ മൊത്തം വിതരണം ചെയ്യാനാണ് ഹെൽത്ത് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്ന ഈ കൗൺസിൽ തീരുമാനിച്ചത്. തീർച്ചയായും നമുക്കറിയാം, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ക്യാമ്പയിൻ കഴിഞ്ഞ 2 വർഷക്കാലമായി കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ യാതൊരു രീതിയിലും മാലിന്യം വലിച്ചെറിയുകയോ കുന്നുകൂട്ടി ഇടിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവ് പാലിച്ചുകൊണ്ട് ഓരോ ഘട്ടം മുന്നോട്ട് തന്നെയാണ് തൊടുപുഴ നഗരസഭ കടന്നു പോകുന്നത്. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം അധ്യക്ഷനായിരുന്നു. പൊതുവിപണിയിൽ 5300 രൂപ വിലയുള്ള ബിൻ 4290 രൂപയ്ക്കാണ് നഗരസഭയിൽ നിന്നും വിതരണം ചെയ്യുന്നത്.
ഇതിന്റെ 10% ഗുണഭോക്തൃ വിഹിതമായ 429 രൂപയാണ് ഗുണഭോക്താവ് നഗരസഭയിൽ അടയ്ക്കേണ്ടതെന്ന് നഗരസഭാ സെക്രട്ടറി ബിജുമോൻ ജേക്കബ് അറിയിച്ചു. ക്ലീൻ സിറ്റി മാനേജർ മീരാൻ കുഞ്ഞ് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു പത്മകുമാർ, കൗൺസിലർമാരായ അഫ്സൽ മുഹമ്മദ്, TS രാജൻ, ജയലക്ഷ്മി ഗോപൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നമ്മുടെ വീടുകളുടെ ഉള്ളിൽ തന്നെ വെക്കാം. നമുക്ക് ഈവൻ അടുക്കളയിലോ അല്ലെങ്കിൽ വർക്ക് ഏരിയയിലോ നമ്മുടെ ചെറിയൊരു ഷേഡ് കഴിയിൽ പോലും, അതായത് നേരിട്ട് മഴയും വെയിലും കൊള്ളാതെ എവിടെ വേണമെങ്കിലും ജീവിതം സ്ഥാപിക്കാം. വായു സഞ്ചാരമുള്ള ഒരു സ്ഥലമായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിധിക്കരുത് പ്രത്യക്ഷ സമരവുമായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വായ മൂടിക്കെട്ടി മാർച്ച് നടത്തി. കേസിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണവുമായി CPI ജില്ലാ നേതൃത്വവും രംഗത്തെത്തി. വായ കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിയായിരുന്നു 6 വയസ്സുകാരുടെ മാതാപിതാക്കളുടെ പ്രതിഷേധം. പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നാട്ടുകാരും തൊഴിലാളികളും ചേർന്നു. കോടതി വിധി റദ്ദ് ചെയ്യണമെന്നും പുനരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഈ കേരളം ആകെ നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലാണ് ഇങ്ങനൊരു വിധി വന്നത്. ഈ വിധിയെ മാറ്റിവെച്ചുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കേസ് FIR നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇങ്ങനൊരു ഇത് വന്നത്. അത് ആരെയും വിളിച്ചിട്ട് വന്നതല്ല. എല്ലാവരും അവരവരുടെ ഉള്ളിലുള്ള ഇത് സങ്കടങ്ങൾ ഇതിനകത്ത് കാണിച്ചുകൊണ്ട് കേസിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന സംശയം ആവർത്തിക്കുകയാണ് CPI. വാളറയും വണ്ടിപ്പെരിയാറും ചോദ്യചിഹ്നങ്ങളാവുമ്പോൾ ആലുവ കൊണ്ട് അഭിമാനിക്കാനാവില്ലെന്നാണ് CPI നേതാക്കളുടെ പ്രതികരണം. പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ അടുത്തയാഴ്ച ആദ്യം പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായി കേസ് സംബന്ധമായ ഫയലുകൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കൈമാറും. അതേസമയം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന സംഘടനകളുടെ പ്രതിഷേധം തുടർച്ചയാവുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയെ തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെടാൻ സഹായിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അറക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂലമറ്റം ടൗണിൽ വൈകുന്നേരം പ്രതിഷേധ അഗ്നി തെളിയിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിനു ജെയിംസ് ഉറുമ്പിപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ പരിപാടി DCC മെമ്പർ ടോമി വാലുകുളം ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയെ തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെടാൻ സഹായിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അറക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂലമറ്റം ടൗണിൽ വൈകുന്നേരം പ്രതിഷേധാഗ്നി തെളിയിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിനു ജെയിംസ് ഉറുമ്പിപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ പരിപാടി DCC മെമ്പർ ടോമി വാളികുളം ഉദ്ഘാടനം ചെയ്തു. സ്വന്തം പാർട്ടി പ്രവർത്തനം എന്ത് മോശമായ പ്രവൃത്തി ചെയ്താലും അതിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് പിണറായി കടന്നുപോയി കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് വോട്ട് പ്രസ്ഥാനം ഇനിമേൽ കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അവസാന CPM-ൻ്റെ ഒരു ഭരണമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ചൂടുകളിൽ പോലും തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നടന്ന ഈ സമരത്തിൽ എല്ലാവരും ആശംസകളും നേർന്നുകൊള്ളുന്നു. എന്നാൽ എല്ലാവർക്കും നന്ദി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിബിൻ ഈട്ടിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇമാനുവേൽ ചെറുവള്ളാത്ത്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ മിഥുൻ മോഹൻ, ജസ്റ്റിൻ കുളമാവ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ തോംസൺ ഡെൽവിൻ, ക്രിസ്റ്റി, മിഥുൻ, ഗൗതം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അറക്കുളം. വിസ്മയ കാഴ്ചകളുമായി മറൈൻ എക്സ്പോ. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷവേളകൾക്ക് പുതിയ വിസ്മയം ഒരുക്കിക്കൊണ്ട് മറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ 17-ന് കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൽ പുളിമൂട്ടി ഗ്രൗണ്ടിൽ ആരംഭിക്കും. ആഴക്കടലിലെ വിസ്മയ കാഴ്ചകൾ കൺമുന്നിലെത്തിക്കുന്ന പ്രദർശനം വൈകിട്ട് 4 മുതൽ രാത്രി 9:30 വരെയാണ്. മറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ 17-ന് കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൽ പുളിമൂട്ടിൽ ഗ്രൗണ്ടിൽ ആരംഭിക്കും. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സിനിമാ താരം ലിയോണ ലിഷോയ് മുഖ്യ അതിഥിയായിരിക്കും. തൊടുപുഴയിൽ ആദ്യമായാണ് മറൈൻ എക്സ്പോ നടത്തുന്നത്. ആഴക്കടലിലെ വിസ്മയ കാഴ്ചകൾ കൺമുന്നിലെത്തിക്കുന്ന പ്രദർശനം വൈകിട്ട് 4 മുതൽ രാത്രി 9:30 വരെയാണ് നടത്തുക.
2 അടി നീളമുള്ള ഗ്ലാസ് അക്വേറിയങ്ങൾ, അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം, വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയവ പ്രദർശിപ്പിക്കും. ലക്ഷങ്ങൾ വില വരുന്ന സ്വദേശീയ വിദേശീയ ശുദ്ധജല കടൽ മത്സ്യങ്ങളാകും അക്വേറിയത്തിൽ കാണാനാവുക. ഡോക്ടർ APJ അബ്ദുൽ കലാം പവലിയൻ, കുട്ടികൾക്ക് വേണ്ടിയുള്ള മഡ്ഗോസ്കർ, റോബർട്ടോ ആനിമൽസ് എന്നിവ എക്സിബിഷനിലെ മുഖ്യ ആകർഷണങ്ങളാണ്. തൊടുപുഴയിൽ ആദ്യമായിട്ടാണ് മെറൈൻ എക്സ്പോ വരുന്നത്. 10-100 പേരുടെ കഠിനമായ അധ്വാനത്തിന് ഒടുവിൽ ഇന്നേക്ക് മുഴുവൻ പണി കംപ്ലീറ്റായി. നാളെ വൈകുന്നേരം 4 മണി മുതൽ എൻട്രൻസ് ആണ്. ഉദ്ഘാടനം വൈകുന്നേരം 6:15 മുനിസിപ്പൽ ചെയർമാൻ സാറും ലിയോണ ഷിലോമിയും ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഡെയിലി 4 മുതൽ വൈകുന്നേരം രാത്രി 9 വരെയാണ് ദിവസേന. 200 അടിയോളം നീളമുള്ള ടണലിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുക. നമ്മൾ തലക്കമുകളിലൂടെ മത്സ്യങ്ങളിങ്ങനെ പറന്നുകൊണ്ടിരിക്കും. അതിനുശേഷം അബ്ദുൽ കലാമിൻ്റെ പവലിയനുണ്ട്, കുട്ടികൾക്കായിട്ടുള്ള മഡഗാസ്കർ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മൂവ്മെൻറ്റ് ചെയ്യുന്ന റോബോട്ടോ ആനിമൽസും ഉണ്ട്. പിന്നെ റൈഡ്സ് ഉണ്ട്, ഒട്ടനവധി റൈഡ്സ് ഉണ്ട് കുട്ടികൾക്ക്. ബോട്ടിംഗ് ഉണ്ട്, കാർ ഡ്രൈവിംഗ് ഉണ്ട്, സ്കൂട്ടർ ഡ്രൈവിംഗ് ഉണ്ട്, പിന്നെ പല പല ബലൂൺസ് ഉണ്ട്. അങ്ങനെ പല പല ഐറ്റം കുട്ടികൾക്കുണ്ട്, മുതിർന്നവർക്കും ഉണ്ട്. പിന്നെ വലിയൊരു സ്റ്റോൾ ഉണ്ട്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഈ നമ്മുടെ സ്റ്റോളിൽ കൂടി കിട്ടുന്നതാണ്. പിന്നെ മോശമല്ലാത്ത ഒരു ഫുഡ് കോർട്ടും ഉണ്ട്. നല്ല നല്ല വിഭവങ്ങൾ ഇവിടെ കിട്ടും. വൈകിട്ട് 4 മുതൽ രാത്രി 9:30 വരെയാണ് പ്രദർശനം. 17 നടത്തുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ JC ജോണി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ദീപക്, വാർഡ് കൗൺസിലർ കവിത വേണു എന്നിവർ സന്നിഹിതരായിരിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലത്ത് നവകേരള യാത്രാ ദിനത്തിൽ ആക്രമണത്തിനിരയായ കോൺഗ്രസ് പ്രവർത്തകരെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് സന്ദർശിച്ചു. നെല്ലിക്കുഴിയിൽ ആക്രമണത്തിനിരയായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ, സേവാദൾ മണ്ഡലം പ്രസിഡന്റ് സലിം പേപ്പതി എന്നിവരെയാണ് MP സന്ദർശിച്ചത്. നേതാക്കളെ അകാരണമായി മർദ്ദിച്ച ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും വളരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും MP പറഞ്ഞു. കോതമംഗലത്ത് നവകേരള യാത്രാ ദിനത്തിൽ ആക്രമണത്തിനിരയായ കോൺഗ്രസ് പ്രവർത്തകരെ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സന്ദർശിച്ചു. നെല്ലിക്കുഴിയിൽ ആക്രമണത്തിനിരയായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ, സേവാദൾ മണ്ഡലം പ്രസിഡന്റ് സലീം പേപ്പതി എന്നിവരെയാണ് MP സന്ദർശിച്ചത്. ആക്രമണം നടന്ന് 5 ദിവസം പിന്നിട്ടിട്ട് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാത്തത് CPM-ന്റെ നെല്ലിക്കുഴി ലോക്കൽ നേതൃത്വവും ഏരിയ നേതൃത്വവും ഗൂഢാലോചന നടത്തി പ്ലാനും പദ്ധതിയും തയ്യാറാക്കി തിരിഞ്ഞുപിടിച്ച് പാർട്ടി ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതുകൊണ്ടാണെന്നും അതുമൂലമാണ് ക്രിമിനലുകളായ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. നേതാക്കളെ അകാരണമായി മർദ്ദിച്ച ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തത് വരെ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും വളരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും MP പറഞ്ഞു. MPയോടൊപ്പം കോൺഗ്രസ് നേതാക്കളായ MA കരീം, പരീദ് പട്ടമാവുടി, ഷൌക്കത്ത് പുതിയിൽ, നസീർ ഖാദർ, രഹന നൂറുദ്ദീൻ, മറ്റു ബൂത്ത് വാർഡ് പ്രസിഡന്റുമാരും ഭാരവാഹികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോതമംഗലം താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ മെമ്പർ റിലീഫ് ഫണ്ട് ധനസഹായ വിതരണം നടന്നു. മെമ്പർ റിലീഫ് ഫണ്ട് ധനസഹായ വിതരണ ഉദ്ഘാടനം കേരള യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ് നിർവഹിച്ചു. കോതമംഗലം താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KK ശിവൻ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ മെമ്പർ റിലീഫ് ഫണ്ട് ധനസഹായ വിതരണം നടന്നു. മാരകരോഗം ബാധിച്ച സഹകാരികളെ സഹായിക്കുവാനായി കേരള സർക്കാർ രൂപീകരിച്ച മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്ന് കോതമംഗലം താലൂക്കിലെ 10 സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 108 സഹകാരികൾക്ക് അനുവദിച്ച 21,85,000 രൂപയുടെ ധനസഹായങ്ങളാണ് വിതരണം ചെയ്തത്. മെമ്പർ റിലീഫ് ഫണ്ട് ധനസഹായ വിതരണ ഉദ്ഘാടനം കേരള യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ് നിർവഹിച്ചു. ആ രോഗത്തിനൊരു സഹായമായിട്ടുള്ള പ്രവർത്തനം നടത്തുക, ലോൺ എടുത്തിട്ടുള്ള ലോണി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ 3 ലക്ഷം വരെയുള്ള ലോണുകൾ എഴുതി തരിക,
തുടങ്ങി സാധാരണ മനുഷ്യരെ സഹായിക്കുന്ന രൂപത്തിൽ അതിവിശാലമായ ഒരു ബാങ്കിങ് സംവിധാനം നടത്തുന്ന ഒരു മേഖല കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനമല്ലാതെ മറ്റേതാണുള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. കോതമംഗലം താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ ശിവൻ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർമാരായ കെ സുനിൽ, ദാസ് PG, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ എൽദോസ് പോൾ, PS നജീബ്, ബോബൻ ജേക്കബ്, റഷീദ് PK, AJ ജോൺ, VV ജോണി, സണ്ണി ജോസഫ്, ചന്ദ്രലേഖ ശശീന്ദ്രൻ, താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ അംഗങ്ങളായ MG പ്രസാദ്, TR സുനിൽ, ജോയ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. മോളി മാത്യു കുളങ്ങാട്ട്, അടുത്തടുത്ത് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഒരു സഹായമാണ് മെമ്പർ റിലീഫ് പദ്ധതി. മെമ്പർമാരിൽ മാരക രോഗം ബാധിച്ചിട്ടുള്ള ക്യാൻസർ, അതുപോലെ തന്നെ ബൈപ്പാസ്, ഡയാലിസിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആളുകൾക്ക് ഒരാൾക്ക് പരമാവധി 50,000 രൂപ വരെ നൽകുന്ന ഒരു സഹായമാണ് മെമ്പർ റിലീഫ് പദ്ധതി. അതിൻ്റെ കോതമംഗലം താലൂക്കിൽ 108 പേർക്കായി 21,85,000 രൂപ ഇന്ന് ഇവിടെ വെച്ച് വിതരണം ചെയ്യുക. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. അതിശയിപ്പിക്കുന്ന ഓഫറുകളുമായി ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ്. തൊടുപുഴ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൽ 3ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന ഓഫറുകൾ. മുളകുപൊടി, മല്ലിപ്പൊടി, പപ്പടം, ബിസ്ക്കറ്റ്, ഇവയ്ക്ക് പുറമെ ഇയർഫോൺ, USB ബൾബ്, മൊബൈൽ സ്റ്റാൻഡ് എന്നിവ 3 രൂപയ്ക്ക് ലഭിക്കും. സ്റ്റീൽ എക്സ്ചേഞ്ച് മേള, ട്രോളി ബാഗ് എക്സ്ചേഞ്ച് മേള, കുക്കർ മേള, മാറ്റുമേള തുടങ്ങിയവയും 18 മുതൽ 25 വരെയുള്ള ഓഫർ ദിവസങ്ങളിൽ സംഘടിപ്പിക്കും. സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് അവസരമൊരുക്കി തൊടുപുഴ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൽ കണ്ണഞ്ചിപ്പിക്കും ഓഫറുകൾ. വാർഷികത്തിന്റെ ഭാഗമായാണ് ഈ ഓഫറുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുളകുപൊടി, മല്ലിപ്പൊടി, പപ്പടം, ബിസ്ക്കറ്റ്, ഇവയ്ക്ക് പുറമെ ഇയർഫോൺ, USB ബൾബ്, മൊബൈൽ സ്റ്റാൻഡ് എന്നിവ 3 രൂപ നിരക്കിലും, മിൽമ പാൽ, പയർ, ക്യാരറ്റ്, വെണ്ടയ്ക്ക, ക്യാബേജ്, മത്തൻ തുടങ്ങിയവ 9 രൂപയ്ക്കുമാണ് വിൽപ്പന നടത്തുന്നത്. 662 രൂപയ്ക്ക് പർച്ചേസ് നടത്തുന്ന ഉപയോക്താക്കൾക്ക് നറുക്കെടുപ്പിലൂടെ വിവിധ ഉപകരണങ്ങൾ ലഭിക്കും. 1ാം സമ്മാനം സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. 2ാം സമ്മാനം കെറ്റിൽ. തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് നേടാം. ആദ്യത്തെ 10 കസ്റ്റമേഴ്സിന് 1499 രൂപയുടെ 2 ബർണർ ഗ്യാസ് സ്റ്റവും 1750 രൂപയുടെ ടവർ ഫാനും ലഭിക്കും. 499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് 1ാം സമ്മാനമായി 32 ഇഞ്ച് ആൻഡ്രോയിഡ് സ്മാർട്ട് TVയും 2ാം സമ്മാനമായി 3 ബർണർ ഗ്യാസ് സ്റ്റവും 3 നോൺ സ്റ്റിക് പാത്രങ്ങളും നൽകും. ഇതിനു പുറമെ മറ്റു നിരവധി ഉൽപ്പന്നങ്ങൾക്കും ഓഫറുകളുണ്ട്. 18 മുതൽ 25 വരെയാണ് ഓഫർ കാലയളവ്. സ്റ്റീൽ എക്സ്ചേഞ്ച് മേള, ട്രോളി ബാഗ് എക്സ്ചേഞ്ച് മേള, കുക്കർ മേള, മാറ്റ് മേള, പ്ലാസ്റ്റിക് ആർട്ടിഫിഷ്യൽ ഫ്ലവർ മേള തുടങ്ങിയവയും ഈ ദിവസങ്ങളിൽ സംഘടിപ്പിക്കും. ആളുകൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ക്രിസ്റ്റൽ മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ചുരുളി SN UP സ്കൂളിന് പുതിയതായി നിർമ്മിച്ച സ്കൂൾ മന്ദിരം നാടിന് സമർപ്പിച്ചു. സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ നിർവഹിച്ചു. അക്കാദമിക് രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ
SNDP യോഗം പുതുതായി നിർമ്മിച്ച ചുരുളി SNUP സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. SNDP യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സാഹചര്യത്തിലും ഉയരാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സ്കൂൾ തുടങ്ങിയതെങ്കിലും ഇന്ന് നമ്മൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലേക്ക് SNDP യോഗത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ സുദർശനൻ സാറിനെ പോലെയുള്ള വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. അദ്ദേഹം എല്ലാ സ്കൂളുകളും പോയി സന്ദർശിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ചാർജ് എടുക്കുന്ന സമയത്ത് നമ്മുടെ SNDP യോഗത്തിൻ്റെ സ്കൂളുകളുടെ ഗതിയൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു മുഖ്യപ്രഭാഷണം നടത്തി. SNDP യോഗം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് P രാജൻ ഉദ്ഘാടന സന്ദേശം നൽകി. SNDP യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി CP സുദർശനൻ വിദ്യാഭ്യാസ സന്ദേശം നൽകി. അടിമാലി AEO ആര്യമ്മ ജോർജ് ചടങ്ങിൽ മുഖ്യ സന്ദേശം നൽകി. പരിപാടികൾക്ക് ആശംസ അറിയിച്ച് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ, സ്കൂൾ HM ജെയ്മി, KB സെൽവം, ലിസി ജോസ്, PK മോഹൻദാസ്, കലേഷ് രാജു, അനിത് ജോഷി, മനേഷ് കുടിയത്ത് എന്നിവർ സംസാരിച്ചു. മത, രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF വിചാരണ സദസ് തൊടുപുഴയിൽ നടന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരികളെ പീഡിപ്പിക്കാനുള്ള പഞ്ചായത്തുകളുടെ നീക്കം ചെറുക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 39ാം സംസ്ഥാന സമ്മേളനം ഡിസംബർ 18, 19, 20 തീയതികളിൽ തൊടുപുഴ ഉത്രം റീജൻസിയിൽ നടക്കും. ഗാർഹികതല ജൈവ മാലിന്യ സംസ്കരണത്തിനായി നഗരസഭ നൽകുന്ന G-മിന്നിന്റെ വിതരണം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ സന്നീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിധിക്കരുത് പ്രത്യക്ഷ സമരവുമായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വായ മൂടിക്കെട്ടി മാർച്ച് നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.